ഇന്ന് വെളുപ്പിന് 2 മണിക്ക് ഞാൻ എണീറ്റ് പഴനി പോയി മല കയറി തിരിച്ച് വന്നപ്പോൾ 7:30. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആയത്. എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എൻ്റെ ആത്മാർത്ഥത നിങ്ങൾ സമ്മതിക്കണ്ടേ? അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ. 100 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ ഡേ 3 ആണ്. അപ്പോൾ ഹെയർ ഫോള് കുറയ്ക്കാനും ഹെയർ ഗ്രോത്ത് കൂട്ടാനും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെക്നിക്ക്, പക്ഷെ ആൾക്കാർക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്, അതായത് മടികൊണ്ട്. അപ്പോൾ സംഭവം വേറെ ഒന്നുമല്ല, എക്സസൈസ് ചെയ്യുമ്പോൾ ഇൻഡയറക്ട്ലി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ റൂട്ടിന് ചുറ്റും ഒരു ഫോളിക്കിൾ ഉണ്ട്, ഒരു ട്യൂബുലർ സ്ട്രക്ചറാണ്. ഈ ഒരു ട്യൂബുലർ സ്ട്രക്ചറിൽ കൂടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ സപ്ലൈ ഉണ്ടായാൽ മാത്രമാണ് ഹെയറിന് ആവശ്യത്തിനുള്ള നറിഷ്മെന്റ് വരുള്ളൂ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നറിഷ്മെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്കാൽപ്പിലെ സർക്കുലേഷൻ കൂടണം. സ്കാൽപ്പിലെ സർക്കുലേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ ബോഡിയിൽ സർക്കുലേഷൻ കൂടും, അതിന്റെ കൂടെ സ്കാൽപ്പിലെ സർക്കുലേഷൻ കൂടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഹെയറിന് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു എക്സസൈസ് റൂട്ടീൻ നിങ്ങൾ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. അത് എന്ത് കാരണം കൊണ്ടുള്ള ഹെയർ ലോസ് ആണെന്നുണ്ടെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ അതേ ഉള്ളൂ. ടാറ്റാ.